എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഓംലെറ്റ് കറി തയ്യാറാക്കിയല്ലോ. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ, എന്നാൽ ഇത് നമുക്ക് അത് വെച്ചൊരു കറി തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് കറി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി ഓതൻറ്റിക് റെസിപ്പീസ് ഇഷ്ടമാണോ? നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആണോ? എന്നാൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ്, ഞാൻ 1/4 ടീസ്പൂണിൻ്റെയും പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 3 മുട്ട തന്നെ ഇടണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ 4 ഇടാം, 2 ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ, ഒരു 1 ടീസ്പൂൺ എണ്ണയൊക്കെ വരുന്നുള്ളൂ, കുറച്ച് എണ്ണ പാൻ മൊത്തം സ്പ്രെഡായി കൊടുക്കുക. ഇനി നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മുട്ട ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കടുകും ജീരകവും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവോള, 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 3 മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓംലെറ്റിന് നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ കുഞ്ഞു പീസ് ആക്കരുത്, ഒരു മീഡിയം സൈസിൽ, ഈ ഒരു സൈസിൽ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഏകദേശം 1.25 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓംലെറ്റിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ ഈ ഓംലെറ്റും ഈ കറിയും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരത്തുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലോട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഓംലെറ്റിൻ്റെ പീസസിൽ വരും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് കറി റെഡി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ട് അവർക്ക് എന്നും നമ്മൾ ഒരേ കറി കൊടുക്കാണ്ട് വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കുമ്പോൾ അവരും ഇഷ്ടത്തോടെ ഭക്ഷണം കഴിക്കും.
അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് കാണാൻ വേണ്ടി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.